അപ്പൊ ചെയ്യാ വെള്ളം നശിച്ചു പോവില്ലോ മോളെ. ആരോട് കടം വാങ്ങിയ ശീലവുമില്ല. ഗോപികയുടെ ഫീസും കൊടുത്തിട്ടില്ല. പലചരക്ക് കടയിലാണെങ്കിൽ കാശ് ഒരുപാടായി. പിന്നെ പാല്, പേപ്പർ. എന്റെ ഫീസൊന്നും സാരില്ല ചേച്ചി. തൽക്കാലം കോളേജിൽ പോയില്ലാന്ന് വെച്ച് ഒന്നും വരാനില്ല. ആരാ പറഞ്ഞേ ഒന്നും വരാനില്ലെന്ന്? അച്ഛന്റെ പെട്ടിന്ന് ഒപ്പിട്ടൊരു ചെക്ക് ലീഫ് കിട്ടി മുത്തച്ഛ. ബാങ്കിൽ പോയി നോക്കിയാലോ എന്ന് ആലോചിക്കുക. എങ്കിൽ മുത്തശ്ശൻ പോവാൻ മോളെ. അത് ചെക്ക് ലീഫിൽ തുക എഴുതിയിട്ടില്ലല്ലോ. അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചിട്ട് വേണം തുക എഴുതാൻ. ഞാൻ പോന്നാ നല്ലത്. മുത്തശ്ശന് സങ്കടാവില്ലേ നീ കോളേജിൽ പോണില്ല എന്നൊക്കെ പറഞ്ഞ? അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കമ്മലും വളയും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും നിന്റെ പഠിത്തത്തെക്കാൾ വലുതല്ല. അച്ഛൻ വരുമ്പോ എന്നോടാ ചോദിക്ക. ഈ ചെക്ക് ക്യാഷ് ചെയ്യാൻ പറ്റില്ല. അതെന്താ? മിസ്റ്റർ ശേഖരമേനോൻ മിസ്സിംഗ് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ മരവിപ്പിച്ചിരിക്കുക. പോലീസ് കേസ് ആയതല്ലേ. ഇത് അച്ഛൻ തന്നെ ഒപ്പിട്ട ലീഫാണല്ലോ. ശരിയാണ്, പക്ഷെ ഡേറ്റ് ഇന്നത്തെ അല്ലേ. ഇത്രയും ദിവസം മുമ്പ് കാണാതായ ശേഖരമേനോൻ ഇന്നത്തെ ഡേറ്റിൽ എങ്ങനെ ഒപ്പിടുമെന്നാണ് മാനേജർ ചോദിക്കുന്നത്. ഒന്ന് സഹായിക്കാൻ പറ്റുമോന്ന് ചോദിക്കൂ. ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്, പക്ഷേ നിയമപ്രകാരം ഈ അക്കൗണ്ട് ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കേടിനാരന്നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു. രാമ 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 രാമ. എന്താ അവിടെ തന്നെ നിന്നത്? കേറിയിരിക്കൂ, വരൂ, ഇങ്ങോട്ട് ഇരിക്കൂ. അല്ല, ഞാൻ ഇറങ്ങ. പിന്നെ കഴിഞ്ഞ മാസം സിമന്റ് വന്നപ്പോ ഞാൻ കുറച്ച് കാശ് മേനോൻ സാറിന്റെ അടുത്ത് വാങ്ങിയിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പോഴാ പണം കയ്യിൽ വന്നത്. എന്നാ പിന്നെ അതിവിടെ ഏൽപ്പിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അത് മോളുടെ കയ്യിൽ കൊടുത്താൽ മതി. മോളെ അല്ല, പറഞ്ഞാ മതി. ഞാൻ പിന്നെ വരാം. ആ മതി. ഇതിലേക്ക് നനയ്ക്കുന്നത് പോരാട്ടോ. നന്നായിട്ട് നനയ്ക്കുന്നുണ്ട് മാഡം. ബാലു, ബാലു, ബാലു കരിക്കൊണ്ടേ പൈസ. എടാ, ഇവിടേക്ക് ഒന്ന് ശരിക്കും നനച്ചൂടെ? എന്നോട് സിമെന്റ് ഉണ്ടല്ലേ സാർ പറഞ്ഞത്. നീ വേറെ ഒന്നും ചെയ്യണ്ട, നന മാത്രം മതി. ഒന്നുകൂടെ നനയ്ക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മാഡം. ചെക്ക് കിട്ടിയില്ലേ? കിട്ടി. അതിന് മാഡത്തിനോട് നന്ദി പറയാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. മാഡം ഒരാളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര എളുപ്പം നടന്നത്. പക്ഷേ ഈ നാൽക്കാലികൾക്ക് വിശപ്പിനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്റെ സ്ഥിതി. അതെന്താ? ചെക്ക് കിട്ടലും മാറലും തീരലും ഒപ്പം കഴിഞ്ഞു. അടുത്ത ബില്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊടുത്തേക്കോ, ഞാനായിട്ട് ഡിലേ ഇല്ല. താങ്ക് യു. തിരുവനന്തപുരത്ത് ചെന്നിട്ട് എന്റെ ചേട്ടനെ വിളിക്കാൻ മിസ്റ്റർ ഹരീന്ദ്രൻ മറന്നു അല്ലേ? ചേട്ടൻ ഹരിയുടെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മറന്നതല്ല, മനഃപൂർവ്വം വിളിക്കാഞ്ഞതാ. ഒന്നാമത് ചേട്ടനോട് പറയാൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മാരൻ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ, നമ്മൾ തമ്മിൽ ഒരുപാട് അകലമുണ്ട്. തന്നെയുമല്ല, മാഡത്തിന്റെ ചേട്ടൻ എന്നെ ഹോട്ടലിൽ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി അഴിമതിന്നും കൈക്കൂലിയും എന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ. എല്ലാം കൂടെ ആലോചിച്ചപ്പോ നമ്മളിങ്ങനെ എഞ്ചിനീയറും ഒരു സാധാ കോൺട്രാക്ടറായിട്ട് നിന്നാ മതിയെന്ന് തോന്നുന്നു. അതിനും ഇനി ബുദ്ധിമുട്ടാണ്. ട്രാൻസ്ഫറിനുള്ള പ്രഷർ തുടങ്ങിയിട്ട് കുറെ നാളായിരുന്നു. ഇനി നാട്ടിൽ നിന്ന് പോകാൻ വെറുതെ ഒരു മടി. ഇന്നലെ ഞാൻ തീരുമാനിച്ചു, പോയിക്കളയാം. എപ്പോഴായാലും പോകേണ്ടതല്ലേ. ചിലപ്പോ ഇനിയൊരു യാത്ര പറയാൻ പറ്റിയെന്ന് വരില്ല. എന്റെ ഹൗസ് ഓണറിന്റെ മോളാണ് ദേവിക അല്ലേ? അതെ. ബാലു പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറാണ്. ഹലോ, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വരട്ടെ. എന്താ വിശേഷിച്ച്? രാവിലെ കാണാന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. അതെ, ഇന്ന് നേരത്തെ പോന്നു. ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ മുത്തശ്ശനെ ഏൽപ്പിച്ചതാ.
നിങ്ങൾ അച്ഛൻ്റെന്ന് വാങ്ങിയതാന്നല്ലേ പറഞ്ഞത്? അച്ഛൻ വരുമ്പോ കൊടുത്താ മതി. അല്ല, ഇതവിടെ ഇരുന്നോട്ടെ. വേണ്ട. ഒന്നാമത് കോൺട്രാക്ടർ എന്തെങ്കിലും തരാനുണ്ടെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കടം കൊടുക്കാനുള്ളതായാലും കിട്ടാനുള്ളതായാലും സാധാരണ പറയാറുണ്ട്. ഇത് മറന്നാവും ചിലപ്പോ. സാരമില്ല. ഏതായാലും ഞങ്ങൾ ഇത് വാങ്ങാൻ പാടില്ല. പിന്നെ അടുത്ത മാസത്തെ വാടക കുറച്ച് നേരത്തെ കിട്ടിയാ കൊള്ളായിരുന്നു. വരട്ടെ. മോളെ, മോൾ, അച്ഛാ. എന്താ ഈ നേരത്തെ ഇവിടെ എങ്ങനെ നിൽക്കണേ? ശേഖരൻ വന്ന പോലെ ഒരു തോന്നൽ. അവന്റെ ശബ്ദം ഞാൻ ശരിക്കും കേട്ടു. സ്വപ്നം കണ്ടതാവും. ഉം. മഞ്ഞുണ്ട്, പോയി കിടന്നോളൂ. ഇത്രയും ദിവസം ഞങ്ങളെ ഒന്നും കാണാണ്ടിരിക്കുക അവന് പറ്റില്ല. അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയണു. ഒക്കെ തോന്നലാണ്. തോന്നലാവട്ടെ. ഈശ്വര. മുത്തശ്ശ, മുത്തശ്ശ. ഈ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദന്റെ ക്വാർട്ടേഴ്സ് എവിടെയാ? ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താ. ഈ നേരത്താണോ സുഹൃത്തിനെ കാണാൻ വരുന്നത്? നേരം വെളുത്തിട്ടില്ലല്ലോ. പുലർച്ചെ വണ്ടിക്കാ വന്നത്. സച്ചിദാനന്ദ സാർ സസ്പെൻഷനില്ല. ക്വാർട്ടേഴ്സ് ഒക്കെ വിട്ടപ്പോ ലോഡ്ജിലാ താമസം. അയ്യോ, എന്താ കാര്യം? DYSP ആയിട്ട് ഉടക്ക്. ഒരു മാപ്പ് എഴുതി കൊടുത്താ തീരുന്നേ ഉള്ളു പ്രശ്നം. പക്ഷെ സച്ചിദാനന്ദ സാറല്ലേ ഭയങ്കര പിടിവാശിയില്ല. അല്ല, ഇപ്പൊ ഒന്ന് കാണണമെങ്കിൽ ലോഡ്ജ് ഇവിടെ അടുത്താ. പാലസ് ലോഡ്ജ്, റൂം നമ്പർ 18. സച്ചി, സച്ചി.
നീയോ? എന്താ നീ കാണിച്ചത്? കാണിച്ചത് ഇടിയാ. എന്തിനാ നീ എന്നെ അടിച്ചതെന്ന്? അല്ല, നീയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ശബ്ദം നീ തിരിച്ചെടുത്തില്ലേ? ശബ്ദം തിരിച്ചറിയാൻ നീ യേശുവാസൊന്നുമല്ലല്ലോ. ഉം. നേരായ കാര്യത്തിന് എന്നെ കാണാൻ വരുന്നവർ റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യും. അത് ഉണ്ടാവാത്തതുകൊണ്ട് ഏതോ ശത്രുവാണെന്ന് ഞാൻ കരുതി. ഏത് ശത്രു? എനിക്കിവിടെ നിറച്ച് ശത്രുക്കളാണ്. എല്ലാ ക്രിമിനൽസും എന്റെ ശത്രുക്കളാണ്. ഞാൻ സസ്പെൻഷനിലാണ് ഹരി. അതറിഞ്ഞു. പക്ഷെ ഇങ്ങനത്തെ ശരീരം വെച്ചോണ്ട് നിന്റെ ഇടിക്കെന്തൊരു ശക്തിയാണടാ. ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ്. പണ്ട് കോളേജ് പഠിക്കുമ്പോ നമ്മൾ വോളിബോൾ കളിക്കാറില്ലേ? അപ്പോഴൊക്കെ നീ പറയാറുണ്ട് എന്റെ സ്മാഷിന് തീരെ പവറില്ലെന്ന്. വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്മാഷിന്റെ പവർ നീ തിരിച്ചറിഞ്ഞു. ചരിത്രത്തിന്റെ തിരിച്ചടിയാണിത്. ഉം. എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഉം. എങ്ങനെ നീ ഇവിടെ എത്തി? അത് ഒക്കെ വിശദമായിട്ട് പറയാം. ഇങ്ങനെ ശരീരം ഇളകുമ്പോ മനസ്സ് ശാന്തമാകും, ബുദ്ധി ഉണരും. മൊത്തം കാര്യങ്ങൾ ബ്രെയിനിലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തു. നോ എന്നാണ് ഉത്തരം. ഒരു ബന്ധമില്ലാത്തവരുടെ കാര്യത്തിൽ നീയും ഇൻവോൾവ് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പറയരുത് സച്ചി. അവരുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആന്തുണയുണ്ടെന്നെങ്കിലും സമാധാനിക്കായിരുന്നു. അതും പോയില്ലേ. അക്ഷരാർത്ഥത്തിൽ ആ കുട്ടികൾ 3 പേരും അനാഥരാണ്. എന്നെ തന്നെയാണ് ഞാൻ അവരിലൂടെ കാണുന്നത്. പൂനെയിൽ ജോലി കിട്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണല്ലോ അച്ഛൻ മരിച്ചത്. ഗോപുൻ അന്ന് 12 വയസ്സ്, മല്ലികയ്ക്ക് 10. എന്റെ മാത്രം സേഫ്റ്റി നോക്കി പോകാൻ മനസ്സിന് വെച്ചില്ല. ജോലി കളഞ്ഞു. ബിസിനസ്സും കൃഷിപ്പണിയും കോൺട്രാക്റ്റും. ഞാൻ തളരാതെ നിന്നുകൊണ്ട് വിഷമങ്ങൾ ആരും അറിഞ്ഞില്ല. എന്റെ സ്ഥാനത്തായി പാപ്പൻകുട്ടി. ഇനി രക്ഷയില്ല. നീ അവർക്ക് മനസ്സ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. എങ്ങനെ, എപ്പോൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഒന്നുകൂടെ ഓടിയിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നോക്കട്ടെ. അല്ല, നീ സസ്പെൻഷനിലായിരിക്കുമ്പോ ഒരു ചുക്കുമില്ല. യൂണിഫോം ഇല്ലെങ്കിലും തൊപ്പിയില്ലെങ്കിലും പോലീസുകാരൻ പോലീസുകാരനാ. എന്തായി ചേച്ചി? എന്താവാനാ, എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ. MLA കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? അറിയില്ല. ചേച്ചി പോയ പിന്നെ വേറെ കുറച്ച് രാഷ്ട്രീയക്കാർ വന്നിരുന്നു. അച്ഛന്റെ ഫോട്ടോ വേണത്രേ. ചേച്ചി വരാതെ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അച്ഛന്റെ പേരും പറഞ്ഞ് വെറുതെ ആളായി നടക്കാനാ. അതിനാരെയും നമുക്ക് സമ്മതിക്കണ്ട. MLA ഒന്നും പറഞ്ഞില്ലേ? അപേക്ഷ വാങ്ങി ഫയലിൽ വെച്ചു. വേണ്ടത് ചെയ്യാം, അന്വേഷിക്കാം, മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങനെ അച്ചടിച്ചു വെച്ച ചില വാക്കുകളും നമുക്കാരുമില്ല. എന്താ ചെയ്യേണ്ടതെന്നോ ആരോടാ പറയേണ്ടതെന്നോ ഒരു രൂപമില്ല. MLAയുടെ കൂടെയുള്ള ഒരാള് പറയാ, ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിന്ന് ഒരു മനുഷ്യനെ മാത്രം എങ്ങനെ തെരഞ്ഞു പിടിക്കാനാണെന്ന്. MLAയുടെ ജോലി അതാണോ എന്ന് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. നമ്മുടെ അച്ഛനല്ല, മറ്റാർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ.